ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വലിയ വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ഗുഡ് ന്യൂസസ് വരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് സൊല്യൂഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇത് ഞാൻ കാർഡുകളൊക്കെ ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് കേട്ടോ. ഷഫിൾ ചെയ്യാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡുകൾ നോക്കാം. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, 3 ഓഫ് വാണ്ട്, സണ്ണ്, 2 കപ്പ്, ഏസ് ഓഫ് കപ്പ്, എംപറർ, ക്യൂൻ ഓഫ് വാണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില ഗുഡ് ന്യൂസസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ലൈഫിലേക്ക് ഗുഡ് ന്യൂസസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ജോലി ലഭിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ലഭിക്കാനായിരിക്കാം, വിദേശത്ത് ജോലി ലഭിക്കാനായിരിക്കാം. അപ്പം എന്തിനായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നു. സൂര്യനാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരുന്നു എന്നാണ്. അതായത് സൺ എന്ന് പറയുമ്പോൾ എന്താണ്? സക്സസും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരാൻ പോകുന്നു, നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ സൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇരുട്ട്, നമ്മുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നത്. അതായത് നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷം വരുന്നു എന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വരുന്ന ഗുഡ് ന്യൂസസ് ആണ്. അപ്പം നിങ്ങൾ ഏത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത്, എന്ത് കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യം വരുന്നു എന്നുള്ളതാണ് സൺ വരുന്നത് കേട്ടോ, സൺ തരുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് ഉള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ വിദേശത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. ഇനി വിദേശത്ത് ജോലി ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കും എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വിദേശവാസമുണ്ട്. വിദേശത്ത് പോകാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടക്കും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി ലഭിക്കും എന്നാണ്, ജോലി ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു ആരോടൊക്കെയോ. അതുപോലെ ഫാമിലിയായിട്ട് വിദേശത്ത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്, ഫാമിലിയെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് വിദേശവാസമുണ്ട്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്ന് കാണിക്കുന്ന അതോറിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ജോലിയൊക്കെ ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലരോട് പറയുന്നത് ഇപ്പം ഏതെങ്കിലുമൊക്കെ ജോലി ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ പൊസിഷനോ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് നല്ല ഹൈ പൊസിഷൻ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്, ലഭിക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രൊമോഷനിലൂടെ ആയിരിക്കും നല്ല പൊസിഷൻ ലഭിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പഠിക്കുക, എക്സാം എഴുതുകയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു ജോലിയിൽ പ്രൊമോഷനും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കൊക്കെ എത്താൻ പറ്റും. നല്ല മാനേജർ പോസ്റ്റ് അല്ലെങ്കിൽ നല്ല ഉയർന്ന പോസ്റ്റുകളൊക്കെ ലഭിക്കുമെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കൊക്കെ ലഭിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ലവ് വരുന്നുണ്ട്. ഒരുപക്ഷെ മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരു ന്യൂ ലവ് അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽ, അതായത് നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നു. അങ്ങനെ ചില ഗുഡ് ന്യൂസസ് നിങ്ങൾക്ക് ആർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് സ്നേഹം വരുന്നു എന്നുള്ളതാണ്. ആർക്കൊക്കെയോ വരുന്നുണ്ട്. അപ്പം നിങ്ങളെ കാത്തിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് റിയൽ പാർട്ട്ണർ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്.
ഇപ്പം മാരേജ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാടായിരിക്കും നിങ്ങൾ മാരേജ് നോക്കുന്നു ഒന്നും നടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ചേരേണ്ട ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ റിയൽ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. മാരേജ് പ്രപ്പോസലൊക്കെ നോക്കിയിട്ടൊന്നും നടക്കാതെ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പാർട്ട്ണർ വരാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥ ജോഡി നിങ്ങളെ തേടി വരുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ചേരേണ്ട ആ ഒരു ജോഡി തന്നെ വരും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലവിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ ലവില് എന്തെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ഉപേക്ഷിച്ച് പോയതോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ റിയൽ പാർട്ട്ണർ വന്നിട്ടില്ല. നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ടു കപ്പ് നിങ്ങൾക്ക് ചേരേണ്ട ഒരു ജോഡി വരുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ ചിലരോട് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ആരൊക്കെയോ കണ്ടുമുട്ടിയിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിയൽ ലവ് ആണ്, നിങ്ങൾക്ക് ചേരേണ്ട ജോഡിയാണ്, നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾ തമ്മിലെന്ന് ആരോടൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും യാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് യാത്ര, അതായത് നിങ്ങൾ കടൽ കടന്നു പോകാനുള്ള യാത്ര നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ട് കേട്ടോ. വിദേശത്തേക്ക് യാത്ര പോകാനായിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നു. അങ്ങനെ ചില ഗുഡ് ന്യൂസസ് നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളെ തേടി വരുമെന്നാണ് കാണിക്കുന്നത്. ജോലിയിലൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കരിയറിനനുസരിച്ചിട്ടുള്ള ജോലിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ കിട്ടുന്ന ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഏതെങ്കിലും ജോലി കയറിയിട്ടുണ്ടാവും. ഒരു പക്ഷെ വിദേശത്താണെങ്കിലും വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോവേണ്ടതായിട്ട് വരും. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ കരിയറിനനുസരിച്ചിട്ടുള്ള ജോലി ലഭിച്ചിട്ടില്ലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിനനുസരിച്ചിട്ടുള്ള നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുമെന്നാണ് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ജോലി അന്വേഷിക്കുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. ഈ ജോലിയൊന്നും ഇല്ലാതെ വിദേശത്തൊക്കെ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിരിക്കുന്നവരാണെങ്കിൽ ജോലി ഇതുവരെ കിട്ടുന്നില്ല എന്നാണെങ്കിലും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കൂ, ഓപ്പർച്യൂണിറ്റികളുണ്ട്, നോക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾക്ക് കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നോക്കൂ, നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എംപറർ കാർഡ് തന്നെ 2 വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. എംപറർ 2 വട്ടം എംപറർ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആരോടൊക്കെ പറയുന്നു. ഇപ്പൊ എംപറർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള നല്ല ജോലിയൊക്കെ ലഭിക്കാൻ നിങ്ങൾക്ക് ആർക്കൊക്കെയോ അതിനുള്ള യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത ആർക്കൊക്കെ ഉണ്ടെന്നാണ് ഇത് കാർഡിൽ പറയുന്നിട്ട്. രണ്ട് വട്ടി കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്കാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. PSC ഒക്കെ എഴുതി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് ലഭിക്കും. അതും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നല്ല ഉയർന്ന പൊസിഷനിലുള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നു, അല്ലെങ്കിൽ നല്ല ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് ആരോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിൽ ആരോടൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് പറയുന്നുണ്ട്. ആരോടൊക്കെ പറയാണ്, എല്ലാവരോടും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും, ആ വ്യക്തി വീണ്ടും തിരികെ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ പ്രണയിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റാതിരുന്ന ഏതെങ്കിലും വ്യക്തികളെയൊക്കെ, അങ്ങനെ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ആരെയൊക്കെ കണ്ടുമുട്ടാൻ പോകുന്നു. അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നു എന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ആരുടെയൊക്കെ മനസ്സിലേക്ക് വരാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ ആരോടൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു പുതിയ വീട് ലഭിക്കും, ആർക്കൊക്കെ ഒരു വീട് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കും. പുതിയ വീട് ആർക്കൊക്കെയോ ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എംപ്രസ് എന്തൊരു പ്രഗ്നൻസിയാണ്. കുട്ടികളൊന്നും ഉണ്ടാകാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു അമ്മയാകും എന്ന് ആരോടൊക്കെയോ പറയുന്നു കേട്ടോ. ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടാകും, വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടാകാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം വരും എന്ന് പറയുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇരുട്ട് മാറി വെളിച്ചം വരും, നിങ്ങളുടെ ലൈഫിലും സന്തോഷം വരും എന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നു. എംപ്രസ്
തീർച്ചയായിട്ടും അതൊരു അബണ്ടൻസ് കാർഡും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല സക്സസ് വരും. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ഒരു എന്താ പറയാ, ഒരു നല്ല സക്സസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പുരോഗതി ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ബിസിനസ് ഒക്കെ ഡല്ലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുവാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല സക്സസ് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് പോകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡ്രീം എല്ലാം സത്യമായി തീരും. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതെനിക്ക് നല്ല സക്സസ്സിലേക്ക് വരുമോ എന്നൊക്കെ ഓർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് ആണെങ്കിൽ, അതൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രീം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ്സിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ പെട്ടെന്ന് ഒരു സക്സസ് ഒന്നും അതിനുണ്ടാവില്ല. പടിപടിയായിട്ടാണ് ഉയർച്ച വരിക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ബിസിനസ്സിലൊക്കെ പതുക്കെയാണ് സക്സസ് വരിക. അപ്പോൾ അതൊരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇന്നത് പതുക്കെ പതുക്കെ ആയിരിക്കും പോകുന്നത് ബിസിനസ്, പക്ഷേ ഫ്യൂച്ചറിൽ അതൊരു സക്സസ്സിലേക്ക് വരും. നിങ്ങളുടെ ഡ്രീം എന്താണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, ആ രീതിയിൽ അത് വളർന്നു വരുമെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്ന ഒരു അബണ്ടൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് അല്ല ബിസിനസ്, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആ ഒരു സംരംഭം, അത് സക്സസ്സിലേക്ക് വരുന്നതിന്റെ സന്തോഷം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് അനുഭവിക്കാൻ പോകുന്നു എന്ന് ഇവിടെ നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നത്. അബണ്ടൻസ് ആണ് പറയുന്നത്. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ കാത്തൊരു അബണ്ടൻസ് കാത്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഐശ്വര്യം, ഒരുപാട് സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയുന്നു കേട്ടോ. അപ്പം ഇത് ഫെർട്ടിലിറ്റി ആണ്, അബണ്ടൻസ് ആണ് എംപ്രസ്. അപ്പോൾ ഫെർട്ടിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കുട്ടികൾ വരും എന്നാണ്. കുട്ടികൾ ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരും. അതായത് നിങ്ങൾ കുട്ടികളില്ലാതെ വളരെയധികം വിഷമിച്ച് ലൈഫ് മൊത്തത്തിൽ ഒരു ഇരുട്ട് മൂടിയ അന്തരീക്ഷമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഇരുട്ട് മാറി വെളിച്ചം വരുമെന്ന് നിങ്ങൾ ആരോടൊക്കെ പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നവരും ഉണ്ടാവും. അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും പോകുന്നുണ്ടാവും. ആരുടെയൊക്കെ ലൈഫിലേക്ക് പ്രതീക്ഷയുടെ കാത്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മാനിഫെസ്റ്റേഷനും ഒക്കെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആരോടൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്തോഷ വാർത്തകൾ. നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിലേക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള സന്തോഷങ്ങളാണോ ആ സന്തോഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളതിന് പോസിറ്റീവ് മൈൻഡിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേട്ടോ. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.